നമസ്കാരം. ഇന്നലെ തത്വമൈ ന്യൂസ് മലയാളം 24/7 കുറിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു. അതായത് ഈ മാധ്യമം ഒരു PR മാധ്യമം എന്ന നിലയിൽ, അതല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ മാധ്യമം എന്ന നിലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ നിരന്തരം രീതിയിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നു എന്നുള്ള സംശയങ്ങൾ പല കോണിൽ നിന്ന് ഉയരുന്നു എന്നൊരു സാഹചര്യത്തിലാണ് അത്തരമൊരു വാർത്ത ചെയ്തത്. ഇന്നിതാ ഇടതുപക്ഷത്തിൻ്റെ വേണ്ടിയിട്ട് എന്ന രീതിയിലൊരു വാർത്ത അവിടെ ചെയ്യുന്നു. അതായത് അവിടുത്തെ സംസ്കൃത കോളേജിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ നേരെ പോകുന്നു. അവിടെ വലിയ ക്ലീനിങ് പരിപാടി, അതായത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞുള്ള ക്ലീനിങ് ഇതുവരെയ്ക്കും നേരാമട്ടം നടന്നിട്ടില്ല. അതുകൊണ്ട് തങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെ പോയി ചെന്ന് വൃത്തിയാക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത ലഭ്യമാക്കുകയുണ്ടായി, വാർത്ത ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ വാർത്തയുടെ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ അവിടെ കൂട്ടിയിരിക്കുന്ന കരിയിലകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രധാനമായും കൂട്ടിയെടുത്ത് മാറ്റിവെക്കാനൊക്കെ ശ്രമം നടത്തുന്നത്. അതായത് പിന്നെ അവിടെ കാണുന്നത് ചില ചുടുകട്ടകളാണ്. ചുടുകട്ടകൾ പലപ്പോഴും ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം വശങ്ങളിലൊക്കെ കൂട്ടിവെക്കുന്ന പതിവുണ്ട്. ഇനി അത്തരം കല്ലുകളാണ്, ചുടുകല്ലുകളാണ് ഇത്തരം രീതിയിൽ അവർ മാറ്റുന്നതെങ്കിൽ അവർക്കത് തെറ്റി, അല്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് വീണ്ടും തിരിച്ചു വയ്ക്കുന്ന ഒരു ഗതികേടിലാണ് ഇടതുപക്ഷം. ഇനി ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു PR വർക്കാണ് അവർ ചെയ്യുന്നതെങ്കിൽ, ഇനി വലിയ ഇലക്ഷൻ അനുബന്ധിച്ചുകൊണ്ട് അത്തരത്തിലുള്ള PR വർക്കാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെ മോശമായ ഒരു കാര്യമാണ്. ഒരു സാറ്റലൈറ്റ് മാധ്യമം ഇത്രമേൽ അധപ്പതിക്കാമോ എന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു ന്യൂസ് മലയാളം 24/7. അതായത് വളരെ ലാഘവബുദ്ധിയോടുകൂടി വളരെ ശക്തമായിട്ട് തന്നെ പറയുകയാണ്, അതാ ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യങ്ങളാണ് നീക്കം ചെയ്യുന്ന ഓരോ മാലിന്യങ്ങളും അവിടെ മുകളിൽ നിന്ന് വരുന്ന, അതായത് തേക്കിൻ്റെയൊക്കെ ഇലയാണ്. ഇനി ആരാണ് തേക്കിൻ്റെയൊക്കെ ഇല വെച്ചും കരിയില വെച്ചും പൊങ്കാല ഇട്ടതെന്ന് അറിയില്ല. പിന്നെ ഒരു ഭാഗം ആൾക്കാർ പൊക്കിക്കൊണ്ട് വരുന്നത് അവിടുത്തെ ഏതോ ഫ്ലെക്സ് വെച്ചാണ്. ഫ്ലെക്സ് വെച്ച് സാധാരണഗതിയിൽ ആരും പൊങ്കാല ഇടാറില്ല. അങ്ങനെ ഈ പൊങ്കാലയുടെ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എടുത്തുകൊണ്ടുവരുന്ന മാലിന്യങ്ങളൊക്കെയും ആ പരിസര പ്രദേശങ്ങളിലെ മാലിന്യങ്ങളാണ് എന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നു. തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും തത്വമൈ ന്യൂസിൻ്റെ പ്രതിനിധികൾ യാത്ര ചെയ്തപ്പോൾ ആ ഭാഗങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇവർ തന്നെ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്. ആ ഒപ്പീനിയനിൽ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്, തങ്ങൾ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളൊന്നും ഒരിടത്തും കണ്ടിട്ടില്ല, തങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള ക്ലീനിങ് പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് വളരെ ശക്തമായി തന്നെ അവർ പറയുകയുണ്ട്. ഇനി PM ആവാസ് യോജനയുടെയൊക്കെ കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ചില വാർത്തകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരന്തരം തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയെടുത്തത്, BJP നേടിയതൊരു മഹാപാതകമായിട്ട് ഇടതുപക്ഷത്തിന് തോന്നുന്നു. ആ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ന്യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ന്യൂസ് മലയാളം 24/7 പ്രവർത്തനം. ഇനി കൈരളി ന്യൂസിൻ്റെ ആവശ്യമില്ല, പകരം ഞങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്നതാണോ ഇവർക്ക് പിന്നിലെ കാരണം, അതോ പാർട്ടി പൂർണ്ണമായും ന്യൂസ് മലയാളം 24/7 ഏറ്റെടുത്തോ എന്നും അവർ പറയേണ്ടതാണ്. അല്ലെങ്കിൽ ഇനി നിഷ്പക്ഷ മാധ്യമം എന്ന രീതിയിൽ ഒരു കാരണവശാലും ഇവർ രംഗത്ത് വരരുത്. അതായത് ന്യൂസ് ചെയ്യുന്നതിൽ, വാർത്തകൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉയരണം. ശക്തമായ വിമർശനങ്ങളിൽ കൂടി മാത്രമേ ഒരു ഭരണ നേതൃത്വത്തിന് വളരെ നല്ല രീതിയിൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ന തോന്നൽ ഉളവാക്കിക്കൊണ്ട് ഇത്തരം വാർത്തകൾ ചെയ്യുന്നത് ഒരു കാരണവശാലും ഒരു മാധ്യമത്തിൻ്റെ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു മാധ്യമത്തിന് ചേർന്ന പ്രവൃത്തിയല്ല. പല തവണയായി ഇവരെ ഈ രീതിയിൽ വാർത്തകൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാർത്താ സമ്മേളനത്തിൽ, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ വാർത്താ സമ്മേളനത്തിലടക്കം വളരെയധികം ധാർഷ്ട്യത്തോടു കൂടിയാണ് ഇവരുടെ പെരുമാറ്റം. അതായത് ഇത്തരത്തിലൊരു ഗൂഢാലോചന NDAക്ക് നേരെ, തിരുവനന്തപുരം കോർപ്പറേഷന് നേരെ നടക്കുന്നുണ്ടോ എന്ന സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട് ഇത്തരം വാർത്തകൾ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.